ഹായ് ഓൾ, വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. നമ്മൾ 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? അഭിന്നക ഗുണങ്ങൾ. അഭിന്നക ഗുണത്തിൽ മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം എന്ന് പറയുന്ന സെക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ആദ്യത്തെ സെക്ഷൻ നമ്മൾ അതിന്റെ കോൺസെപ്റ്റും ആദ്യത്തെ 5 ചോദ്യങ്ങളും അതിന്റെ സൊല്യൂഷൻസും എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 6ാമത്തെ ചോദ്യമാണ് നമുക്ക് വരുന്നത്. സോ 6ാമത്തെ ചോദ്യത്തിൽ നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്, അതിന്റെ ഉത്തരം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, സോ 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം കാണുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊന്നും മറന്നു പോകരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സോ 6ാമത്തെ ചോദ്യം ഇതാണ്: ദ പ്രൊഡക്റ്റ് ഓഫ് സം ഓഫ് ദ പെയർസ് ഓഫ് നമ്പർ ബിലോ ആർ നാച്ചുറൽ നമ്പേഴ്സ് ഓഫ് ഫ്രാക്ഷൻ ഓർ ഫ്രാക്ഷൻസ്. ഫൈൻഡ് ദോസ് പേഴ്സ്. ചുവടെയുള്ള സംഖ്യാജോഡികളിൽ ചിലതിൻ്റെ ഗുണനഫലം എണ്ണൽ സംഖ്യയോ ഭിന്നസംഖ്യയോ ആണ്. അവ കണ്ടുപിടിക്കുക. അതായത് നമുക്കിവിടെ കുറച്ച് സ്ക്വയർ റൂട്ടിൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? സ്ക്വയർ റൂട്ടിൽ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. സോ ആ നമ്പേഴ്സിൽ എന്താ, അതിന്റെ പ്രോഡക്റ്റ് എടുക്കുക, അതിന്റെ ഗുണനഫലം എടുക്കുക. അതിന്റെ ഗുണനഫലം എടുക്കുമ്പോൾ കിട്ടുന്നത് എന്താണ്? എണ്ണൽ സംഖ്യയാണോ ഭിന്നസംഖ്യയാണോ, നാച്ചുറൽ നമ്പർ ആണോ ഫ്രാക്ഷൻസ് ആണോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നോക്കുക. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഗുണനഫലം എടുക്കാം. നമുക്കറിയാവുന്ന കാര്യമാണ് റൂട്ട് എക്സ്. നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് വൈ. അതായത് റൂട്ട് എക്സിന്റെയും വൈയുടെയും റൂട്ടുകൾ വർഗ്ഗമൂലങ്ങൾ എടുത്ത് ഗുണിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, എക്സിനെയും വൈയെയും ഗുണിച്ചിട്ട് അതിന്റെ വർഗ്ഗമൂലം എടുത്താലും ഉത്തരം എന്തായിരിക്കും? സെയിം ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ ചെയ്യാം? റൂട്ട് 3 ഇൻറ്റു റൂട്ട് 12. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് റൂട്ട് 3യുടെ വാല്യൂ കണ്ടുപിടിക്കണം, അടുത്ത റൂട്ട് 12ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് 3 ഇൻറ്റു 12 എന്ന് എഴുതാം. റൂട്ട് ഓഫ് 3 ഇൻറ്റു 12 അല്ലേ? റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ എന്ന് പറയുന്നത് റൂട്ട് എക്സ് വൈ എന്ന് പറയുന്ന പോലെ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 12 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 3 ഇൻറ്റു 12 എന്ന് പറയാം. അപ്പോൾ എന്ത് വരും? റൂട്ട് 36. റൂട്ട് 36 12 ഇൻറ്റു 3 എന്താണ്? 36. ഇനി റൂട്ട് 36 നമുക്ക് എന്താണ്? നമുക്ക് അറിയാവുന്ന കേസാണ്. സിമ്പിൾ ആയിട്ട് 36 എന്ന് പറയുന്നത് ഏതിന്റെയൊക്കെ മൾട്ടിപ്പിൾ ആണ്? ആറിന്റെ സിമ്പിൾ ആയിട്ട് നോക്കുമ്പോൾ ആറിന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 6 ഇൻറ്റു 6 ആണ്. എനിവേ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യാം. 36 2 ടൈംസ് അല്ലേ? ഈവൻ നമ്പർ ആയതുകൊണ്ടാണ് 2 തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ 2 ടൈംസ് എടുത്താൽ എന്ത് വരും? 3ൽ ഒരു പ്രാവശ്യം, ബാക്കി 1 ഉണ്ട് അല്ലേ? 3ൽ ഒരു പ്രാവശ്യം ഉള്ളൂ. ഇപ്പോൾ 2, ബാക്കി 1 ഉണ്ട്, അതിനെ ഇവിടെ കൊടുക്കുക. സോ എന്തായി? ഇത് 16 ആവും. 16ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 8 പ്രാവശ്യം. സോ 18. ഇനി അടുത്ത് വീണ്ടും ഇത് ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 എടുക്കുക അല്ലേ? 18ൽ എത്ര പ്രാവശ്യം 2 ഉണ്ട്? 18ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 2 9 പ്രാവശ്യം ഉണ്ട്. ഇനി അടുത്ത് 9ൽ 2 ഉണ്ടോ? 2 എടുക്കാൻ പറ്റില്ല, അതൊരു ഓഡ് നമ്പർ ആണ്. സോ 2 എടുക്കാൻ പറ്റില്ല. 9 എന്ന് പറയുന്നത് എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 9 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. സോ എന്ത് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം. 3 എടുക്കുമ്പോൾ എത്ര വരും? 3 വരും. സോ 3 ടൈംസ് 3 ആണ് 9. സോ ഇനി എന്താ എടുക്കണ്ടോ? ഇനി 3 എടുത്ത് എഴുതാം, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇനി 3 തന്നെ എടുത്ത് പിന്നെ 1 എഴുതേണ്ട ആവശ്യമില്ല. ഇതോടെ നമ്മൾ എന്ത് ചെയ്യാം? കൺക്ലൂഡ് ചെയ്യാം. സോ റൂട്ട് 36 നമുക്ക് ഇങ്ങനെ പിരിച്ചെഴുതാം, ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം. 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 അല്ലെ? 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3. നമുക്ക് റൂട്ടിന് പുറത്തെടുക്കാൻ എന്ത് ചെയ്യണം? ഒരേപോലുള്ള രണ്ടെണ്ണത്തിൽ നിന്ന് 1 പുറത്തെടുക്കാം അല്ലേ? അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 2 അതിൽ നിന്ന് ഒരു 2 പുറത്തെടുക്കാം, ഇൻറ്റു 3 ഇൻറ്റു 3 നിന്നൊരു 3 പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6. സോ 6 ഇറ്റ് ഇസ് എ നാച്ചുറൽ നമ്പർ അല്ലേ? ഇതൊരു നാച്ചുറൽ നമ്പർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ശരി, അടുത്ത് നോക്കിയാലോ? അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെയാണ് അടുത്ത എല്ലാം ചെയ്യേണ്ടത്. ഇനി അടുത്ത് ഇവിടെ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 1.2 അത് നമുക്ക് എങ്ങനെ എടുക്കാം? റൂട്ട് 3 ഇൻറ്റു 1.2 എന്ന് എടുക്കാം. റൂട്ട് 3 ഇൻറ്റു 1.2. 3 ഇൻറ്റു 1.2 നമുക്ക് എങ്ങനെ പ്രോഡക്റ്റ് എടുത്താൽ എന്ത് വരും? റൂട്ട് 3.6 എന്ന് വരും. റൂട്ട് 3.6. നമുക്ക് ഈ റൂട്ട് 3.6 എന്ന് പറഞ്ഞാൽ ഡെസിമൽ നമ്പറിന്റെ എടുക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് ഒരു കാര്യം ചെയ്യാം. എന്താണ് 3.6 എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? 3.6 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 36/10 ആണെന്ത്? 3.6. ഒരു സ്ഥാനമല്ലേ ഇവിടെ വരിക? ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് അല്ലേ വരിക? 6 മാത്രം. സോ അതുകൊണ്ട് തന്നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 36 ആവില്ലേ? അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 ആൻഡ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ വാല്യൂവിന് വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇത് എന്തായിട്ട് മാറും? റൂട്ട് 36/10. അല്ലെങ്കിൽ ഇതിങ്ങനെ കീപ്പ് ചെയ്യാം. ഇതെന്താണ്? ഇതിങ്ങനെ തന്നെ ഇട്ടേക്കാം.
ഇങ്ങനെ ഇട്ടാലും ഇതിൻ്റെ ആൻസർ ആണ്. റൂട്ട് 3.6 നമുക്ക് വേറെ വാല്യൂ ഇല്ല. ഓക്കെ, വേറെ വാല്യൂ ഇല്ല. നമ്മൾ ശരിക്കും ഈ ഒരു ഫോം അടുത്തതിലാണ് പഠിക്കുക. എനിവേ നമ്മൾ ഇവിടെ എഴുതുന്നു അത്രേ ഉള്ളൂ. റൂട്ട് 36 ബൈ റൂട്ട് 10, അതായത് 6/√10 എന്ന് കിട്ടും. 6/√10 നിങ്ങൾക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. റൂട്ട് 3.6 റൂട്ട് 3.6 നമുക്ക് ഇവിടെ വേറെ ഒന്നും എടുക്കാൻ ഇല്ല. അല്ലെങ്കിൽ 36ന്റെ ഫാക്ടേഴ്സ് ഇതുപോലെ എടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതിൽ പക്ഷേ പോയിന്റ് 3.6 ആണ് വരിക, 36 അല്ല എന്നുള്ളൊരു ഓർമ്മ എന്ത് ചെയ്യാം, വച്ചേക്കുക. സോ എനിവേ ഇതാണ് ഇതിന്റെ ആൻസർ വരിക, 6/√10. അപ്പോൾ ഇത് ഒരു ഭിന്നസംഖ്യ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇറ്റ്സ് ആൻ ഇറാഷണൽ നമ്പർ. ഈ പറഞ്ഞ പോലെ ഒരു ഇറാഷണൽ നമ്പറാണ്. റാഷണൽ അല്ല, ഇറാഷണൽ, അഭിന്നകമാണ്. ഓക്കെ, അഭിന്നക സംഖ്യയാണ്. ഇതൊരു അഭിന്നക സംഖ്യയാണ് കേട്ടോ. കാരണം റൂട്ട് ആണ് വരിക, റൂട്ട് 10ന്റെ വാല്യൂ ഏകദേശ വില മാത്രമേ ഉള്ളൂ റൂട്ട് 10ന്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൂട്ട് 5 ഇൻറ്റു റൂട്ട് 8. റൂട്ട് 5 ഇൻറ്റു റൂട്ട് 8 ചെയ്യുക. അപ്പോൾ റൂട്ട് ഓഫ് 5 ഇൻറ്റു 8 ഇപ്പോൾ എന്ത് വരും, റൂട്ട് 40 എന്ന് വരും. റൂട്ട് 40ക്ക് നമുക്ക് ഫാക്ടറൈസ് ചെയ്തൂടെ, 40 ഫാക്ടറൈസ് ചെയ്യാം 2 കൊണ്ട്. നമ്മൾ എല്ലാത്തിലും ചെയ്യുന്നതുകൊണ്ട് 2 കൊണ്ട് ചെയ്യാം. വേണമെങ്കിൽ ഇതിൽ എന്ത് ചെയ്യാം, 4 എടുക്കാം അല്ലേ, ഇതിൽ വേണമെങ്കിൽ 4 എടുക്കാം. സോ എനിവേ 2 കൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നു. 2 എടുക്കുമ്പോൾ 4ൽ 2 ടൈംസ് 0, വീണ്ടും 2 എടുക്കുന്നു. അപ്പോൾ എന്ത് വരും, 2ൽ ഒരു പ്രാവശ്യം, പിന്നെ 0, വീണ്ടും നമുക്ക് 2 എടുക്കാം. അപ്പോൾ എത്ര വരും, 5 വരും. 10ൽ 2 5 പ്രാവശ്യം ഉണ്ട്. ഇനി എന്തെങ്കിലും എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം 5 എന്താണ്, ഒരു പ്രൈം നമ്പറാണ്. 5 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട്, അഭാജ്യ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് ഇനി വേറെ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല, ഇത് തന്നെ മതി. അപ്പോൾ ഇതിന് നമുക്ക് റൂട്ട് 40 എങ്ങനെയൊക്കെ എഴുതാം, 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5. അപ്പോൾ നമുക്ക് ഒരേപോലത്തെ രണ്ടെണ്ണത്തിൽ നിന്ന് ഒന്ന് പുറത്തെടുക്കാം അല്ലേ. അപ്പോൾ ഈ 2 ഇൻറ്റു 2 ഒരു 2 പുറത്തെടുക്കാം. ഇൻറ്റു ഇവിടെ ഒരു 2 ഒരു 5 അല്ലേ, ഒരു 2ഉം ഒരു 5 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്നും വേറെ ഒന്നും പുറത്തെടുക്കാൻ പറ്റില്ല. അതിന് അങ്ങനെ തന്നെ ഗുണിച്ചെന്ത് ചെയ്യാം, ബ്രാക്കറ്റിൽ എഴുതുക എന്താണ്, 2 ഇൻറ്റു 5 10, 2 റൂട്ട് 10 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതും എന്തല്ല, ഇതൊരു ഭിന്നകം അല്ല. ഓക്കെ, ഇത് നാച്ചുറൽ നമ്പറും അല്ല, ഭിന്നക സംഖ്യയും അല്ല. ഓക്കെ, ഇതൊരു ഫ്രാക്ഷനും അല്ല, നാച്ചുറൽ നമ്പറും അല്ല. അപ്പോൾ അതവിടെയായി. ഇനി ഇതോ, റൂട്ട് 0.5 ഇൻറ്റു റൂട്ട് 8. അപ്പോൾ എന്ത്, റൂട്ട് ഓഫ് 0.5 ഇൻറ്റു 8 എന്ന് പറയും. റൂട്ട് ഓഫ് 0.5 ഇൻറ്റു 8 എന്താണ്, റൂട്ട് ഓഫ് 0.5 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 4 അല്ലേ, റൂട്ട് 4 അല്ലേ. 8 ഇൻറ്റു 0.5, 8 ഇൻറ്റു 0.5 എന്ന് പറയുന്നത് എന്താണ്, 4 ആണ് കേട്ടോ. 8 ഇൻറ്റു 0.5 എന്ന് 4 ആണ്. സോ റൂട്ട് 4 നമുക്കറിയാം, റൂട്ട് 4ന്റെ വാല്യൂ 2 ആണ്. റൂട്ട് 4ന്റെ വാല്യൂ 2 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം അതിനെ, ദിസ് ഈസ് എ നാച്ചുറൽ നമ്പർ. ഇതൊരു എണ്ണൽ സംഖ്യയാണ്, ഇതൊരു എണ്ണൽ സംഖ്യയാണ്. അടുത്ത് ഇത് നോക്കിയാലോ, ഇവിടെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ, മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. റൂട്ട് ഓഫ് 7.5 3 1/3. സോ 7.5 നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെയാ മിക്സഡ് ഫ്രാക്ഷൻ മാറ്റുന്നത്, എ ബി സി ആണെങ്കിൽ എ ഇൻറ്റു ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ ബി അല്ലേ. എ ഇൻറ്റു ബി ഇത് തമ്മിൽ ഗുണിക്കുക, എന്നിട്ട് സി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ ബി. ഓക്കെ, അതാണ് നമുക്ക് മിക്സഡ് ഫ്രാക്ഷനെ സിമ്പിൾ ഫ്രാക്ഷനിലാക്കുന്ന ഫോം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ചെയ്യാം, 7 ഇൻറ്റു 2 14, 7 ഇൻറ്റു 2 14, പ്ലസ് 1 15. സോ 15 ഡിവൈഡ് ബൈ ഡിവിഷൻ, താഴെ എന്താ വരുന്നത് ഡിനോമിനേറ്ററിൽ, ഛേദത്തിൽ 2, അതങ്ങനെ ഇട്ടേക്കുക, ഇൻറ്റു റൂട്ട് ഓഫ്, ഇവിടെ അതുപോലെ 3 ഇൻറ്റു 3 9, 9 പ്ലസ് 1 10. ഇനി ഛേദത്തിൽ എന്താ, ഡിനോമിനേറ്ററിൽ എന്താ 3. ഓക്കെ, ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് രണ്ടിനെ എന്ത് ചെയ്യാം, റൂട്ടിനകത്താക്കാം. റൂട്ടിനകത്താക്കുമ്പോൾ തരും 15/2 ഇൻറ്റു 10/3 റൂട്ടിനകത്ത്. അതായത് എക്സും ഇത് എക്സ് ഇത് വൈ, അപ്പോൾ റൂട്ട് ഓഫ് എക്സ് വൈ. ഇത് നോക്കൂ, ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകാനുള്ള വകുപ്പുണ്ട് അല്ലേ. ഇത് തമ്മിൽ നമുക്കിവിടെ ക്യാൻസൽ ചെയ്തെഴുതാം. നോക്കൂ, 15 നോക്കുവാണെങ്കിൽ 15 3 എടുത്തു കഴിഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിളാണ് 15. എത്ര പ്രാവശ്യം, 5 പ്രാവശ്യം. ഇനി 10ഉം 2ഉം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, 10ൽ എത്ര 2 ഉണ്ട്, 5 2 ഉണ്ട്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് എന്തായിട്ട് മാറും, റൂട്ട് ഓഫ് 5 ഇൻറ്റു 5 ആയിട്ട് മാറും. റൂട്ട് ഓഫ് 5 ഇൻറ്റു 5. അപ്പോൾ ഒരേപോലുള്ള 2 എണ്ണം വന്നില്ലേ ഇവിടെ, അതിൽ നിന്ന് ഒരു 5 പുറത്തെടുത്താൽ പോരെ, മതി. സോ 5 ആണ് ഇതിൻ്റെ ആൻസർ. സോ ഇതെന്താണ്, ഇതൊരു നാച്ചുറൽ നമ്പറാണ്, ഇതൊരു നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടിയതിൽ ഒന്നാമത്തെ നാച്ചുറൽ നമ്പർ ആയിട്ട് കിട്ടി, രണ്ടാമത്തത് നാച്ചുറൽ അല്ല, ഫ്രാക്ഷനും അല്ല,
മൂന്നാമത്തെ എന്താണ്, അതുപോലെ ഫ്രാക്ഷൻ അല്ല, നാച്ചുറലും അല്ല. സോ 4ഉം 5ഉം എണ്ണൽ സംഖ്യയായിട്ട് കിട്ടി അല്ലേ. ഇനി ആറാമത്തെ നോക്കിയാലോ, √2/5 ഇൻറ്റു √1/10. ഇതെന്ത് വരും, സോറി, √2/5 ഇൻറ്റു 1/10 അല്ലേ. അപ്പോൾ ഈ റൂട്ടിനകത്ത് നോക്കിയാൽ ഇത് 10ഉം 2ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ. 10ഉം 2ഉം എത്ര ടൈംസ് ഉണ്ട്, 5 ടൈംസ്. 10ൽ 2 5 ടൈംസ് ഉണ്ട്. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, √1/5 ഇൻറ്റു 1/5 എന്ന് എഴുതാം. 1/5 ഇൻറ്റു 1/5. അപ്പോൾ റൂട്ടിൽ നിന്ന് ഒരുപോലെയുള്ള രണ്ടെണ്ണം മൾട്ടിപ്ലൈ ആയിരിക്കുന്ന ഒന്ന് പുറത്തെടുത്താൽ റൂട്ട് മാറും അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് 1/5 ഇൻറ്റു 1/5 രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ആയിരിക്കുവാണ്. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ മതി, റൂട്ട് മാറും. സോ ഇവിടുത്തെ ആൻസർ എന്താണ്, 1/5 ആണ്. സോ ദിസ് ഇസ് എ ഫ്രാക്ഷൻ. ഇതൊരു ഭിന്നസംഖ്യയാണ് കേട്ടോ, ഇതൊരു ഭിന്നസംഖ്യയാണ്. ഇങ്ങനെയാണ് 6 എണ്ണത്തിൻ്റെയും ഉത്തരം വരുന്നത് കേട്ടോ. ഇതിൽ 6 എണ്ണത്തിൻ്റെ ഉത്തരം എങ്ങനെയാണ് വരുന്നത്. സോ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മനസ്സിലായെങ്കിൽ നേരത്തെ പറഞ്ഞത് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. അപ്പോൾ നമുക്ക് സെക്കൻഡ് സെക്ഷൻ, അടുത്ത സെക്ഷൻ, ഈ 5ാം ചാപ്റ്ററിലെ അടുത്ത സെക്ഷൻ അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.